നെല്ലിക്ക ഇട്ടിരിക്കുന്നു താഴെ വീഴുന്നത്. നെല്ലിക്കല്ലേ അതാ ഞാൻ പറഞ്ഞത്. നെല്ലിക്ക മൂത്ത് എടുത്ത് തരാം. അത് മൂത്ത്, അതൊരുമാതിരി മൂത്ത്. ഇത് വേസ്റ്റ് ആക്കത്തില്ല. ഇത് അരച്ച് നാളെ കോഴിക്ക് ഫുഡിന്റെ കൂടെ കൊടുക്കും. കോഴി നെല്ലിക്ക കഴിക്കുമോ? നെല്ലിക്കായിട്ട് കൊടുത്താൽ കഴിക്കത്തില്ല. അരച്ച് കൊടുക്കുമ്പോൾ ഫുഡിന്റെ കൂടെ മിക്സ് ചെയ്യും. ഇതൊന്നും വേസ്റ്റ് കളയത്തില്ല. ഇത് നല്ലതല്ലേ? അതെ അതെ, അരച്ച് അവർക്ക് കൊടുക്കും. നിറഞ്ഞു. ഈ ഒരു മരം അങ്ങനെ എപ്പോഴും ഇങ്ങനെ കഴിക്കത്തുള്ളൂ. ഇത്രയും വലുത് വരും. ഇനി വലുതാവും. അതിനാലെ പറിക്കാതെ വിട്ടിരിക്കുന്നത്. പിന്നെ ഇത് വന്ന് ഒരു ചെറിയ മരം. ഇതിലിങ്ങനെ ഒരു റെഡിഷ്. ചെറുതോ? അപ്പൊ ഇതല്ലേ ചെറുത്? അത് വലുതില്ലേ? വലുതാണ്. കായ് ചെറുത്. കായ് ചെറുത്. അങ്ങനെ കായ് വലുത്. ചെറിയ മരം എന്ന് പറഞ്ഞപ്പോ കായ് ചെറുത്. കുട്ടി കുട്ടി ഇപ്പ വരുന്നത് അതല്ലേ? ഇത് ഒരുമാതിരി റെഡിഷ് കുറച്ച് വരുത്. റെഡ് കളറ്. ഇനി ഒന്നൊന്ന് വീട്ടിന്റെ അടുത്ത് അതിലിപ്പോ നിറച്ച് കായുണ്ട്. അതും ഇതും നെല്ലിക്കല്ലേ? ഇതും നെല്ലിയ. അവിടെ ഒന്നുണ്ട്. അത് നാടൻ. അത് തീരെ പൊടി. ഇതാ മരം വലുതാ. കായ് ഇത്രേ കാണത്തുള്ളൂ. ഇത്രേ കാണത്തുള്ളൂ. ടേസ്റ്റ് ആണോ? ടേസ്റ്റ് നല്ലതാ. ഭയങ്കര ശക്തി. അതാ ഒറിജിനൽ നാടൻ. അത് ഞാൻ തേൻ നെല്ലി ഇടാൻ എടുക്കും. ഇത്ര വലുത് വരത്തുള്ളൂ. തേനിലിടാൻ വേണ്ടി അതെടുക്കും. വീട്ടാവശ്യത്തിന് അതെല്ലാം എടുക്കുന്നത്. ഇപ്പോൾ അതിലെല്ലാം കുറച്ചേ പിടിക്കത്തുള്ളൂ. ഞാൻ നമ്മുടെ സ്ക്വാഷ് ഉണ്ടാക്കും. നെല്ലിക്ക കാന്താരി. സ്ക്വാഷോ? സ്ക്വാഷ് ഞാൻ കണ്ടില്ലല്ലോ. ഉണ്ട്. നെല്ലിക്ക കാന്താരി ഉണ്ട്. പിന്നെ നെല്ലിക്ക വെറും പ്ലെയിൻ നെല്ലിക്ക ഇടും. പിന്നെ ഇതിൽ ഗുൽഗന്ത് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടാക്കും ഞാൻ. ഇത് നോർത്ത് ഇന്ത്യൻ സ്പെഷ്യലാ. പക്ഷെ എല്ലാവരും ഗുൽഗന്ത് കേട്ടിട്ടുണ്ട്. ഈ റോസിലെല്ലാം കേട്ടിട്ടുണ്ട്. റോസിൽ കാണും. ഇങ്ങനെ ഒരുമാതിരി പൾപ്പ് പോലെ ഇരിക്കും. എടുത്ത് കഴിഞ്ഞ് തേൻ ഒഴിച്ചുണ്ടാക്കുന്നത്. ശർക്കര പാവില് നല്ല വിളയിച്ചിട്ട് നമ്മൾ അവില്ല വിളയിക്കുമല്ലോ, അതുപോലെ ഇത് വിളയിക്കും. വിളയിച്ചിട്ട് തേനും ഈ പനം കற்കണ്ടുണ്ടല്ലോ അത് മിക്സ് ചെയ്യും ഇതിൽ. അത് ഭയങ്കര ഇവിടെ എനിക്ക് കുറച്ച് മൂവ്മെന്റ് ഉണ്ട്. അതിനൊന്നും കുറച്ച് കസ്റ്റമർ ഉണ്ട്. ഷിബു അതുപോലെ കുറച്ച് പേരുണ്ട്. അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാ.